നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇനി നമ്മളൊരു ഫയലിനെ സേവ് ചെയ്യുമ്പോൾ എന്താണ് നടക്കുന്നതെന്ന് നോക്കാം. ഒരു ഫയലിനെ നമ്മൾ സേവ് ചെയ്യുമ്പോൾ NTFS MFT നമ്മളുടെ മാസ്റ്റർ ഫയൽ ടേബിൾ മാസ്റ്റർ ഫയൽ ടേബിളിൽ ഒരു എൻട്രി ക്രിയേറ്റ് ചെയ്യും. ആൻഡ് അതിൽ നമ്മൾ ഫയൽ ആട്രിബ്യൂട്ട്സ് ഒക്കെ സ്റ്റോർ ചെയ്യും. സ്റ്റോർ ഫയൽ ആട്രിബ്യൂട്ട്സ് ഇൻസൈഡ് ദ എൻട്രി. ആൻഡ് ഒരു ഫയൽ സ്മോൾ ആണെങ്കിൽ നമ്മൾ അതിനെ MFTയുടെ അകത്ത് തന്നെ നമ്മൾ ഫയലിനെ സ്റ്റോർ ചെയ്യും. ആൻഡ് ഇപ്പോൾ ഫയൽ ലാർജർ സൈസ് ആണെങ്കിൽ NTFS അതിനെ ക്ലസ്റ്ററിലാണ് അലോക്കേറ്റ് ചെയ്യുന്നത്. ആൻഡ് MFT റെക്കോർഡ് സ്റ്റോർസ് പോയിന്റേഴ്സ് ടു ഡേറ്റ റൺസ്. അപ്പോൾ നമ്മൾ ഒരു ഫയലിനെ സേവ് ചെയ്യുമ്പോൾ ആദ്യം MFTയിൽ ഒരു എൻട്രി ക്രിയേറ്റ് ആവും. എന്നിട്ട് ആട്രിബ്യൂട്ട്സ് ഒക്കെ അതിൻ്റെ അകത്ത് എൻട്രിയിൽ നമ്മൾ സ്റ്റോർ ചെയ്യും. ഇപ്പോൾ ഫയൽ സ്മോളർ ആണെങ്കിൽ MFTയിൽ തന്നെ സ്റ്റോർ ചെയ്യും. ആൻഡ് ഫയൽ ലാർജർ സൈസ് ആണെങ്കിൽ നമ്മൾ ക്ലസ്റ്ററിലായിരിക്കും അതിനെ സ്റ്റോർ ചെയ്യുന്നത്. ദെൻ ഈ NTFSൽ യൂസ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിസ്റ്റം ഫയൽസ് ആണ്. ഫസ്റ്റ് വൺ MFT $MFT അതെന്ന് പറയുമ്പോൾ മാസ്റ്റർ ഫയൽ ടേബിൾ ആണ്. ആൻഡ് സെക്കൻഡ് വൺ MFT MIRR. അത് നമ്മൾ MFTയുടെ ബാക്കപ്പ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ MFTയിലുള്ള ഫസ്റ്റ് 4 റെക്കോർഡ്സിനെ മാത്രം നമ്മൾ ബാക്കപ്പ് ആയിട്ട് എടുക്കും. അതാണ് MFT MIRR. ഇനി $log ഫയൽ ഉണ്ട്. $log ഫയൽ എന്ന് പറയുന്നത് ജേർണലിംഗ് ആണ്. നമ്മളുടെ സിസ്റ്റമിലുള്ള ചേഞ്ചസ്, ഫയലിലുള്ള ചേഞ്ചസ് എല്ലാം തന്നെ ഈ ലോഗ് ഫയലിലായിരിക്കും സ്റ്റോർ ആയി കിട്ടുന്നത്. ഇനി അടുത്തത് ബിറ്റ് മാപ്പ് ആണ്. ബിറ്റ് മാപ്പ് എന്ന് പറയുമ്പോൾ നമ്മളുടെ അടുത്തുള്ള ഫ്രീ ക്ലസ്റ്റേഴ്സ് ആൻഡ് യൂസ്ഡ് ആയിട്ടുള്ള ക്ലസ്റ്റേഴ്സിനെയൊക്കെ ട്രാക്ക് ചെയ്യാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. ദെൻ $boot ഇതിൽ ബൂട്ട് സെക്ടറിൻ്റെ അതൊക്കെ സ്റ്റോർ ആയി കാണും. ദെൻ ബാഡ് ക്ലസ്റ്റേഴ്സ് ഏതൊക്കെയാണോ അതൊക്കെ ഈ ആ ഒരു ആട്രിബ്യൂട്ടിൽ സ്റ്റോർ ആവും. പിന്നെ $secure നമ്മളുടെ സെക്യൂരിറ്റി പെർമിഷൻസ് ഒക്കെ സ്റ്റോർ ആയി കാണും. ഇനി ഇതിൻ്റെ ഈ NTFSൻ്റെ പ്രോസ് ആൻഡ് കോൺസ് നോക്കാം. അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ നമ്മൾ ടൈം സ്റ്റാമ്പ്സ് എല്ലാം തന്നെ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ ഇത് നമ്മളുടെ ടൈം ലൈൻ അനാലിസിസ്, നമ്മളുടെ ഫോറൻസിക് ഇൻവെസ്റ്റിഗേഷൻ, അത് ഇൻഫർമേഷൻസ് ഒക്കെ എക്സ്ട്രാക്ട് ചെയ്യുന്നത് അതിനൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി ജേർണലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നില്ലേ, ലോഗ് ഫയൽസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫയൽ ഓപ്പറേഷൻസിനൊക്കെ ട്രാക്ക് ചെയ്യാൻ പറ്റും. ദെൻ ബേർഡ് ക്ലസ്റ്റർ ഫയൽസ് ഷോ ഡാമേജ്ഡ് ഏരിയാസ്. ബാഡ് ക്ലസ്റ്റർ ഫയൽസിൽ ഡാമേജ്ഡ് ഏരിയാസ് ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ MFT എൻട്രീസ് റിമൈൻ ഈവൻ ആഫ്റ്റർ ഡിലീഷൻ അൺടിൽ ഓവർ റൈറ്റ്. നമ്മൾ ഡിലീറ്റ് ചെയ്താലും അതിലുള്ള ഫയൽ കണ്ടൻസ് അങ്ങനെ തന്നെ ആയിരിക്കും. അൺടിൽ അത് നമ്മൾ ഓവർ റൈറ്റ് ചെയ്യുന്നത് വരെ ഫയൽ കണ്ടന്റ് അതിൽ തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഓവർ റൈറ്റ് ചെയ്യുന്നതിന് മുന്നേ ഫോറൻസിക് ടൂൾസ് ഒക്കെ വെച്ചിട്ട് ഡേറ്റാസ് റിക്കവർ ചെയ്ത് എടുക്കാൻ പറ്റും. ദെൻ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ഫാറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ച് കോംപ്ലെക്സ് ആണ്. ആൻഡ് മേ ബി സം ഡേറ്റാസ് ഓവർ റിട്ടേൺ ചെയ്യാം. ബൈ MFT അപ്ഡേറ്റ്സ് ഒക്കെ വെച്ചിട്ട് സം ഡേറ്റാസ് ഓവർ റൈറ്റ് ആവാം. പിന്നെ ഫ്രാഗ്മെൻറ്റഡ് ഡേറ്റ മേ ബി ഹാർഡർ ടു റിക്കവർ. ഇതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. ആൻഡ് ഇതിൽ യൂസ് ചെയ്യുന്ന കോമൺ ആട്രിബ്യൂട്ട്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, ഫയൽ ആട്രിബ്യൂട്ട്സ്. സ്റ്റാൻഡേർഡ് ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ അതിൽ ബേസിക് മെറ്റാഡേറ്റ, ടൈം സ്റ്റാമ്പ്, പെർമിഷൻസ് ഒക്കെ ഈ ഒരു ആട്രിബ്യൂട്ടിലായിരിക്കും സ്റ്റോർ ആവുന്നത്. ദെൻ ഫയൽ നെയിം, ഇതിൽ ഫയൽ നെയിമും അതിൻ്റെ പാരൻറ്റ് ഡയറക്ടറി ഡീറ്റാസ് ഒക്കെ ഈ ഒരു ആട്രിബ്യൂട്ടിൽ നമുക്ക് സ്റ്റോർ ആക്കി വെക്കാം. പിന്നെ ഡേറ്റ, ഇതിലായിരിക്കും നമ്മളുടെ ആക്ച്വൽ ഫയൽ കണ്ടൻറ്റ് സ്റ്റോർ ആവുന്നത്. ദെൻ ആട്രിബ്യൂട്ട് ലിസ്റ്റ് ഉണ്ട്. ഇതിലാണെങ്കിൽ ലിസ്റ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് വെൻ ഡോണ്ട് ഫിറ്റ് ഇൻ വൺ MFT. ഒരു MFTയിൽ നമുക്ക് അതിനെ സ്റ്റോർ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ അതിൻ്റെ ലിസ്റ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ഒക്കെ നമുക്ക് ഈ ആട്രിബ്യൂട്ട് ലിസ്റ്റിൽ നിന്ന് എടുക്കാൻ പറ്റും. ദെൻ സെക്യൂരിറ്റി ഡിസ്ക്രിപ്റ്റർ, ഇതിൽ നമുക്ക് ഒരു ഫയലിൻ്റെ സെക്യൂരിറ്റി സെറ്റിങ്സ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റും. ദെൻ ബിറ്റ് മാപ്പ് ഉണ്ട്. ബിറ്റ് മാപ്പ് എന്ന് പറയുമ്പോൾ ഡയറക്ടറി അലോക്കേഷൻ മാനേജ്മെൻ്റ് ആണ്. ദെൻ ലോഗ്ഡ് യൂട്ടിലിറ്റി സ്ട്രീം, ഇതിലാണെങ്കിൽ ഇൻറ്റേർണൽ ഓപ്പറേഷൻസിനൊക്കെ ലോഗ്സ് ആയിരിക്കും ഇതിൽ കാണുന്നത്. ഇനി ഫയൽ ഡേറ്റ 2 ടൈപ്പാണ്, റെസിഡൻ്റ് ഉണ്ട്, നോൺ റെസിഡൻ്റ് ഉണ്ട്. ചെറിയ സൈസ് ആണെങ്കിൽ MFTൻ്റെ അകത്ത് തന്നെ സ്റ്റോർ ചെയ്യും, അതാണ് റെസിഡൻറ്റ് ഡേറ്റ. ആൻഡ് ലാർജർ സൈസ് ആണെങ്കിൽ MFTയുടെ പുറത്തായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്, അത് നോൺ റെസിഡൻറ്റ് ഡേറ്റ ആണ്. ഇനി കംപ്രഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു കംപ്രഷൻ യൂണിറ്റ് എന്ന് പറയുമ്പോൾ 16 ക്ലസ്റ്റേഴ്സ് ആണ്. 16 ക്ലസ്റ്റേഴ്സിനെ നമുക്ക് ഒരു ഇതായിട്ട് കംപ്രസ് ചെയ്ത് വെക്കാൻ പറ്റും. ഓരോ 64 യൂണിറ്റിനെയും നമുക്ക് കംപ്രസ് ചെയ്യാൻ പറ്റും സെപ്പറേറ്റ്ലി. ആൻഡ് ഇതിൽ ഫയലിലുള്ള കണ്ടൻസിനെ മാത്രമേ നമുക്ക് കംപ്രസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫയൽ നെയിം, മെറ്റാഡേറ്റ, MFT ആട്രിബ്യൂട്ട്സ്, ഇതിനെയൊക്കെ നമുക്ക് കംപ്രസ് ചെയ്യാൻ പറ്റില്ല. ദെൻ ഈ കംപ്രഷൻ എന്ന് പറയുന്നത് ട്രാൻസ്പെറൻ്റ് ആണ് ടു ദ യൂസേഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻസ്. ഒരു ഫയലിനെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഡീകംപ്രസ് ചെയ്യും ടെമ്പററി ആയിട്ട്. ദെൻ ഒരു ഫയലിനെ നമ്മൾ സേവ് ചെയ്യുമ്പോൾ വിൻഡോസ് ഓട്ടോമാറ്റിക്കലി ആ ഫയലിനെ വീണ്ടും കംപ്രസ് ചെയ്യും. ആൻഡ് ഇത് മാനുവലി നടക്കുന്നതാണ്, ഇത് ഓട്ടോമാറ്റിക്കലി നടക്കുന്നതാണ്, നമ്മൾ മാനുവലി ചെയ്യേണ്ട. ഇനി കംപ്രഷൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് നോക്കാം. ഡിസ്ക് സ്പേസിനെയൊക്കെ സേവ് ചെയ്യും കംപ്രസ് ചെയ്യുന്നത് കൊണ്ട്. ആൻഡ് ബിൽഡ് ഇൻ ടു NTFS ലാണ് ബിൽഡ് ചെയ്തേക്കുന്നത്. ആൻഡ് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും.
മാനുവൽ ഹാൻഡ്ലിംഗ് അല്ല. ആൻഡ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ പെർഫോമൻസ് സ്ലോ ചെയ്യും. ആൻഡ് ഓൾറെഡി കംപ്രസ്ഡ് ഫയൽസ് ആണെങ്കിൽ ഇത് ഗുഡ് ആയിരിക്കത്തില്ല. ദെൻ നമുക്ക് സിസ്റ്റം ഫയൽസ്, ബൂട്ടിന് യൂസ് ചെയ്യുന്ന സിസ്റ്റം ഫയൽസ്, സർട്ടൻ എൻക്രിപ്റ്റഡ് ഫയൽസ്, ഇതിനെയൊക്കെ കംപ്രസ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഡേറ്റാസ് കംപ്രസ് ചെയ്യുന്നത് കൊണ്ട് റിക്കവറി ഹാർഡർ ആയിരിക്കും. സോ ഇൻവെസ്റ്റിഗേറ്റർ നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് ഡേറ്റാസിനെ ഡീകംപ്രസ് ചെയ്യുന്നതാണ്. ബിഫോർ അനാലിസിസ് ഡേറ്റാസിനെ ഡീകംപ്രസ് ചെയ്യണം. ആൻഡ് കംപ്രസ് ചെയ്ത ഡേറ്റാസിനെ കാർബ് ചെയ്തെടുക്കുന്നത് കുറച്ച് ഡിഫിക്കൽട്ടായ പ്രോസസ്സാണ്. ആൻഡ് ഡേറ്റ റൺസ് മേ സ്റ്റോർ മിക്സഡ് കംപ്രസ്ഡ് ഓർ അൺകംപ്രസ്ഡ് യൂണിറ്റ്സ്. ദെൻ ഇതിലുള്ള എൻക്രിപ്ഷനാണ്. NTFSൽ നമ്മൾ എൻക്രിപ്റ്റിംഗ് ഫയൽ സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഫയൽ ലെവൽ എൻക്രിപ്ഷനാണ്. നമുക്ക് ഓത്തറൈസ്ഡ് യൂസേഴ്സിന് മാത്രമേ ഒരു പർട്ടിക്കുലർ ഫയലിനെ ഓപ്പൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൻഡ് ഈവൻ അഡ്മിനിസ്ട്രേറ്റർ കനോട്ട് റീഡ് ഇറ്റ് വിത്തൗട്ട് എൻക്രിപ്ഷൻ കീ. നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യുമ്പോൾ എൻക്രിപ്ഷൻ കീ കിട്ടും. അത് അഡ്മിനിസ്ട്രേറ്റർ ആയാലും എൻക്രിപ്ഷൻ കീ ഇല്ലാതെ ഒരു ഡേറ്റനെ റീഡ് ചെയ്ത് എടുക്കാൻ പറ്റത്തില്ല. നമ്മൾ ഈ EFS എൻക്രിപ്ഷൻ യൂസ് ചെയ്യുന്നത് സെൻസിറ്റീവ് ഡേറ്റാസിനെ ഹാക്കേഴ്സ് പിന്നെ അൺഓത്തറൈസ്ഡ് ആക്സസ് ചെയ്യുന്നതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനാണ്. പിന്നെ ഒരു കമ്പ്യൂട്ടറിൽ തന്നെ ഡിഫറെൻറ്റ് യൂസേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ നിന്ന് നമ്മളുടെ സെൻസിറ്റീവ് ഡേറ്റാസൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ EFS എൻക്രിപ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി എൻക്രിപ്ഷൻ വർക്ക് ആവുന്നത് നമ്മൾ ആദ്യം ഒരു ഫയൽ അല്ലെങ്കിൽ ഫോൾഡറിനെ സെലക്ട് ചെയ്തിട്ട് എൻക്രിപ്റ്റ് ചെയ്യുക. ആൻഡ് FEK വെച്ചിട്ട് അത് എൻക്രിപ്റ്റ് ആവും. എൻക്രിപ്റ്റ് ആവുമ്പോൾ നമുക്ക് യൂസേഴ്സിൻ്റെ പബ്ലിക് കീ വെച്ചിട്ടായിരിക്കും എൻക്രിപ്റ്റ് ആവുന്നത്. അപ്പോൾ പബ്ലിക് കീ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്യാൻ പറ്റും, പ്രൈവറ്റ് കീ വെച്ചിട്ട് ഡീക്രിപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള ഫയലിനെ നമ്മൾ ഡീക്രിപ്റ്റ് ചെയ്യണമെങ്കിൽ പ്രൈവറ്റ് കീ വേണം. പ്രൈവറ്റ് കീ ലോസ് ആയാൽ പിന്നെ നമുക്കതിനെ ഡീക്രിപ്റ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. ഈ EFS ഈ എൻക്രിപ്ഷൻ ആൻഡ് ഫോറൻസിക് അതിൻ്റെ ഒരു കണ്ടൻ്റ് ആണ്. നമുക്ക് ഒരു എൻക്രിപ്റ്റഡ് കണ്ടൻ്റ് ആണെങ്കിൽ പ്രൈവറ്റ് കീ ഇല്ലാതെ എടുക്കാൻ പറ്റത്തില്ല. സോ നമ്മളിപ്പോൾ റോ ഡേറ്റ എക്സ്ട്രാക്ട് ചെയ്തെടുത്താലും അത് എൻക്രിപ്റ്റഡ് ഫോർമാറ്റിൽ തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് പ്രൈവറ്റ് കീ കിട്ടിയാലേ അതിനെ ഡീകംപ്രസ് ചെയ്തിട്ട് അനലൈസ് ഒക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ പ്രൈവറ്റ് കീ ലോസ് ആയാൽ ഡേറ്റാസിനെ നമുക്ക് റീഡ് ചെയ്യാനേ പറ്റത്തില്ല. ആൻഡ് ഈ പ്രൈവറ്റ് കീനെ നമ്മൾ DPA API വെച്ചിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. ദെൻ ഉള്ളത് ഓൾട്ടർനേറ്റ് ഡേറ്റ സ്ട്രീം ഇൻ NTFS. ഇത് 3 മാർക്കിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ഡേറ്റ സ്ട്രീം എന്ന് പറയുമ്പോൾ ഒരു ഫയലിൻ്റെ അകത്തുള്ള ഒരു ആക്ച്വൽ കണ്ടൻറ് ആണ് ഡേറ്റ സ്ട്രീം. ഓരോ ഫയലിനും ഒരു മെയിൻ സ്ട്രീം കാണും. അത് നമ്മൾ ഈ ഡേറ്റ $data ഈ ഒരു ആട്രിബ്യൂട്ടിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ടെക്സ്റ്റ് ഫയൽ എടുക്കുവാണെങ്കിൽ അതിൽ അകത്തുള്ള ടെക്സ്റ്റാണ് അതിൻ്റെ ഡേറ്റ സ്ട്രീം. ഈ NTFSൽ നമുക്ക് ഒരു ഫയലിൽ മോർ ദാൻ 1 ഡേറ്റ സ്ട്രീം കാണാം. അതിൽ ഒരു ഡേറ്റ സ്ട്രീം മെയിൻ ആയിരിക്കും, ബാക്കിയുള്ളത് ഹിഡൻ ആയിരിക്കും. ഈ എക്സ്ട്രാ ഹിഡൻ സ്ട്രീംസിനെയാണ് നമ്മൾ ഓൾട്ടർനേറ്റ് ഡേറ്റ സ്ട്രീംസ് എന്ന് പറയുന്നത്. ഒരു ഫയലിൽ ഒരു കണ്ടൻറ്റ് മാത്രമേ പാടുള്ളൂ, അതിലുള്ള എക്സ്ട്രാ കണ്ടൻസ് ആണ് ഹിഡൻ ആയിരിക്കും. ആ ഹിഡൻ കണ്ടൻസിനെയാണ് നമ്മൾ ഓൾട്ടർനേറ്റ് ഡേറ്റ സ്ട്രീംസ് എന്ന് പറയുന്നത്, ADS. ഈ ADS ആ ഫയൽ സൈസിൻ്റെ വിസിബിലിറ്റി ചേഞ്ച് ചെയ്യത്തില്ല. ആൻഡ് വിൻഡോസ് എക്സ്പ്ലോററിനും അതിനെ കാണാൻ പറ്റത്തില്ല. ബിക്കോസ് ഈ എക്സ്ട്രാ ഫയൽസ് ഈ ADS ഫയൽസ് ഹിഡൻ ആയിരിക്കും. സോ ക്രിമിനൽസിന് വേണമെങ്കിൽ ഓർ സസ്പെക്ട്സിന് വേണമെങ്കിൽ ടെക്സ്റ്റ്, ഇമേജസ്, ലോഗ്സ് ഇതിനെയൊക്കെ ADSൻ്റെ അകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. സോ ഇറ്റ് ഡസ് നോട്ട് അപ്പിയർ നോർമലി. സോ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് അതിനെ സെർച്ച് ചെയ്ത് എടുക്കേണ്ടി വരും. ടു ഡിറ്റക്ട് ADS നമ്മൾ ഡിറ്റക്ട് ചെയ്യണമെങ്കിൽ ഈ ഒരു കമാൻഡ് റൺ ചെയ്താൽ മതി, DIR. ഇത് കൊടുക്കുമ്പോൾ നമുക്ക് ഹിഡൻ സ്ട്രീംസ് എല്ലാം കിട്ടും. ഇനി അനലൈസ് ഹിഡൻ ഡേറ്റാസ് ഇൻ NTFS. ഇത് 2 മാർക്ക് ആൻഡ് 6 മാർക്കിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് പാർട്ടിൽ എക്സ്പ്ലെയിൻ അബൌട്ട് NTFS, അത് 4 മാർക്കിനും. ഇനി സെക്കൻഡ് പാർട്ടിൽ B പാർട്ടിൽ 2 മാർക്കിന് അനലൈസ് ഹിഡൻ ഡേറ്റ ഇൻ NTFS ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ADS നമ്മളുടെ ഡേറ്റാസ് ADS ആണെങ്കിൽ നമുക്ക് ഈ DIR ആ ഒരു കമാൻഡ് വെച്ചിട്ട് എടുക്കാൻ പറ്റും. ആൻഡ് FTK, XSpace, Autopsy ഇതുപോലെയുള്ള സോഫ്റ്റ്വെയർസ് വെച്ചിട്ട് നമുക്ക് ഹിഡൻ ഫയൽസിനെ എക്സ്ട്രാക്ട് ചെയ്ത് അനലൈസ് ചെയ്യാൻ പറ്റും. ഇനിയുള്ളത് സ്ലാക്ക് സ്പേസ് ആണ്. നമ്മളുടെ ക്ലസ്റ്ററിൻ്റെ എൻഡിലുള്ള അൺയൂസ്ഡ് സ്പേസ് ആണ് സ്ലാക്ക് സ്പേസ്. അപ്പോൾ അതിൽ നമുക്ക് ഡേറ്റാസിനെ ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഓൾഡ് ഡേറ്റ മേ റിമൈൻ ഹിയർ വെൻ എ ഫയൽ ഡസ് നോട്ട് കംപ്ലീറ്റ്ലി ഫിൽ ഇറ്റ്സ് ക്ലസ്റ്റേഴ്സ്. നമ്മളിപ്പോൾ ഒരു ഫയലിനെ ഡിലീറ്റ് ആക്കിയിട്ട് അതിൽ വേറൊരു ഫയലാണ് വെക്കാൻ പോകുന്നത്. ബട്ട് ആ ഫയൽ ആ ക്ലസ്റ്ററിനെ കംപ്ലീറ്റ് ആയിട്ട് ഫില്ലാക്കിയിട്ടില്ല എങ്കിൽ ആ റിമൈനിങ് സ്പേസിൽ നമ്മളുടെ പഴയ ഡേറ്റാസൊക്കെ കാണും. അപ്പോൾ അവിടെ നമുക്ക് ഹൈഡാക്കി വെക്കാൻ പറ്റും ആ ഡേറ്റാസൊക്കെ. അപ്പോൾ അതിന് നമുക്ക് XSpace, Wintex ഇതൊക്കെ വെച്ചിട്ട് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ അൺഅലോക്കേറ്റഡ് സ്പേസും
ഇപ്പോൾ നമ്മൾ ഒരു ഫയലിനെ ഡിലീറ്റഡ് ഫയൽസിൻ്റെ ഡേറ്റാസൊക്കെ അൺഅലോക്കേറ്റഡ് സ്പേസിലൊക്കെ കാണും. അപ്പോൾ അത് ഓവർ റൈറ്റ് ചെയ്യുന്നത് വരെ തന്നെ അവിടെ കാണും. അപ്പോൾ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് അൺഅലോക്കേറ്റഡ് സ്പേസസ് ഒക്കെ ഉണ്ടോ എന്ന് സ്കാൻ ചെയ്തെടുത്തിട്ട് ഡിലീറ്റഡ് അല്ലെങ്കിൽ ഹിഡൻ ഫയൽസ് ഒക്കെ എടുക്കാം. ഇതിന് നമ്മൾ ഓട്ടോപ്സി FTK ഇതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ MFT ഈ മാസ്റ്റർ ഫയൽ ടേബിളിൽ ഇതിലാണെങ്കിൽ മെറ്റാഡേറ്റാസ് എല്ലാം കാണും. സോ അതിലുള്ള ഡിലീറ്റഡ് ഫയൽസും സസ്പീഷ്യസ് ആട്രിബ്യൂട്ട്സ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഹിഡൻ ഫയൽസ് ഒക്കെ അനലൈസ് ചെയ്തെടുക്കാം. പിന്നെ ഉള്ളത് ബിറ്റ് മാപ്പാണ്. ബിറ്റ് മാപ്പിൽ നമ്മൾ യൂസ് ചെയ്ത പിന്നെ അൺഅലോക്കേറ്റഡ് ആയിട്ടുള്ള ക്ലസ്റ്റേഴ്സിനെ എല്ലാം ട്രാക്ക് ചെയ്യാൻ പറ്റും. സോ ഇപ്പോൾ ഒരു ക്ലസ്റ്റർ നമ്മൾ ഫ്രീ എന്ന് അതിനെ റീനെയിം ചെയ്യാം. ബട്ട് അതിൽ ചിലപ്പോൾ ഡേറ്റാസൊക്കെ കാണും, മേ ഹൈഡ് ഇൻഫോ. അപ്പോൾ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ബിറ്റ് മാപ്പ് കമ്പയർ ചെയ്തിട്ട് ആക്ച്വൽ ക്ലസ്റ്റർ കണ്ടൻസിനെ സെർച്ച് ചെയ്തെടുക്കാം. ദെൻ ബേർഡ് ക്ലസ്റ്റേഴ്സ്. സം NTFS ഫയൽസൊക്കെ ഈ ബേർഡ് ക്ലസ്റ്റേഴ്സിൻ്റെ അണ്ടറിൽ നമുക്ക് ഹൈഡാക്കി വെക്കാൻ പറ്റും. ഒരു ക്ലസ്റ്ററിനെ ബേർഡ് എന്ന് മാർക്ക് ചെയ്തിട്ട് എന്നിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് ഡേറ്റാസിനെ ഹൈഡാക്കാം. അപ്പോൾ ഫോറൻസിക് അനാലിസിസ് ക്യാൻ ചെക്ക് ദീസ് ക്ലസ്റ്റേഴ്സ് ഫോർ ഹിഡൻ കണ്ടൻറ്റ്. ഇത് നമുക്ക് ചെക്ക് ചെയ്തിട്ട് ഇതിൽ നിന്ന് നമുക്ക് ഹിഡൻ കണ്ടൻറ്റൊക്കെ അനലൈസ് ചെയ്ത് എടുക്കാൻ പറ്റും. പിന്നെ ജേർണൽസ് യൂസ് ചെയ്യാം. ജേർണൽസിലാണെങ്കിൽ ലോഗ് ഫയൽ പിന്നെ യൂസർ ജേർണലൊക്കെ ഉണ്ട്. അതിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ ഫയൽ ഓപ്പറേഷൻസിൻ്റെ ഇതും കാണും. എല്ലാത്തിൻ്റെയും ടൈം സ്റ്റാമ്പ്, നമ്മൾ എന്തൊക്കെയാണ് ചെയ്തേക്കുന്നത് എന്നെല്ലാം തന്നെ കാണും. അപ്പോൾ അത് വെച്ചിട്ട് NTFSൽ അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ആൻസർ. ആൻഡ് ഇത് 2 മാർക്കിന് വന്ന ക്വസ്റ്റ്യനാണ്. ഇനി ഡിലീറ്റിംഗ് NTFS ഫയൽ സിസ്റ്റമാണ്. നമ്മൾ ഇതിൽ ഒരു ഫയലിനെ ഡിലീറ്റ് ചെയ്യുമ്പോൾ അതിലുള്ള കണ്ടൻറ്റ് റിമൂവ് ആവത്തില്ല. ആൻഡ് അതിൽ നമ്മൾ ഫസ്റ്റ് ആ ഒരു ഫയൽ ഡിലീറ്റഡ് എന്ന് മാർക്ക് മാത്രമേ ചെയ്യത്തുള്ളൂ. ഡിലീറ്റഡ് എന്ന് മാർക്ക് ചെയ്യും, ബട്ട് കണ്ടൻറ്റ്സ് അതിൽ നിന്ന് റിമൂവ് ആവത്തില്ല. ദെൻ സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് നമ്മൾ അതിനെ ന്യൂ ഡേറ്റ വെച്ചിട്ട് ഓവർ റൈറ്റ് ചെയ്യുന്നത് വരെ കണ്ടൻറ്റ് കാണും. ന്യൂ ഡേറ്റ വെച്ച് ഓവർ റൈറ്റ് ചെയ്താൽ ആ ഒരു ഡേറ്റ ഇറേസ് ആയി പോകും. ദെൻ ഫയൽ നെയിം ആൻഡ് മെറ്റാഡേറ്റ. NTFS റിമൂവ്സ് ദ ഫയൽ നെയിം ഫ്രം ദ ഡയറക്ടറി സ്ട്രക്ചർ. അതർ മെറ്റാഡേറ്റ മേ റിമൈൻ ഇൻ ദി MFT. നമ്മളുടെ ഈ NTFS എന്ന് പറയുന്നത് ഫയൽ നെയിമിനെ മാത്രമേ ഡയറക്ടറി സ്ട്രക്ചറിൽ നിന്ന് റിമൂവ് ചെയ്യത്തുള്ളൂ. ബാക്കി മെറ്റാഡേറ്റ എല്ലാം അതിൽ തന്നെ കാണും. ലൈക്ക് അതിൻ്റെ ടൈം സ്റ്റാമ്പ്സ്, ആട്രിബ്യൂട്ട്സ് എല്ലാം തന്നെ MFTയിൽ കാണും. സോ നമുക്ക് ഇങ്ങനെ ഡിലീറ്റ് ചെയ്യുമ്പോൾ ഡേറ്റാസൊക്കെ അതിൽ തന്നെ ഉള്ളതുകൊണ്ട് നമുക്ക് ഡേറ്റാസിനെ വേഗം തന്നെ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. കുറച്ച് ഫോറൻസിക് ടൂൾസൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഡേറ്റാസിനെ റിക്കവർ ചെയ്യാം. ഇനിയുള്ളതാണ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഫാറ്റ് ആൻഡ് NTFS. ഇത് 6 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഫാറ്റ് എന്ന് പറയുമ്പോൾ ഫയൽ അലോക്കേഷൻ ടേബിളാണ്. NTFS ഇസ് ന്യൂ ടെക്നോളജി ഫയൽ സിസ്റ്റം. ഈ ഫാറ്റിൽ ലിമിറ്റഡ് സൈസ് ആണുള്ളത്. ഇപ്പോൾ ഫാറ്റിൽ തന്നെ കുറേ വെറൈറ്റീസ് ഉണ്ട്. ഫാറ്റ് 16, ഫാറ്റ് 32 അങ്ങനെ. ഫാറ്റ് 16 ആണെങ്കിൽ അതിൽ 2 GB to 4 GB മാത്രമേ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ഫാറ്റ് 32 ആണെങ്കിൽ 4 GB മാത്രമേ മാക്സിമം നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ബട്ട് അറ്റ് ദ സെയിം ടൈം NTFS ആണെങ്കിൽ നമുക്ക് ലാർജ് ഫയൽസൊക്കെ സ്റ്റോർ ചെയ്യാം. അപ് ടു 16 EB വരെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും തിയററ്റിക്കലി. ഇനി പാർട്ടീഷൻ സൈസ് സപ്പോർട്ട്. ഫാറ്റിലാണെങ്കിൽ 2 GB മാത്രമേ പാർട്ടീഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ ഫാറ്റ് 16ൽ. ആൻഡ് ഫാറ്റ് 32ൽ 2 TB വരെ നമുക്ക് പാർട്ടീഷൻ ചെയ്യാം. ആൻഡ് NTFSൽ നമുക്ക് ലാർജ് സൈസ് അപ് ടു 256 TB വരെ നമുക്ക് പാർട്ടീഷൻ ചെയ്യാൻ പറ്റും. ഇനി ഫാറ്റിൽ ഫയൽ ലെവൽ സെക്യൂരിറ്റി ഒന്നുമില്ല. ബട്ട് NTFSൽ ഫയൽ ലെവൽ പെർമിഷൻസും എൻക്രിപ്ഷൻസൊക്കെ ഉണ്ട്. ദെൻ ഫാറ്റ് ലെസ് റിലയബിൾ ആണ്. NTFS ഇസ് മോർ റിലയബിൾ. ആൻഡ് ഫാറ്റിൻ്റെ സ്ട്രക്ചർ സിമ്പിൾ ആയിരിക്കും. ആൻഡ് അത് USB ഡ്രൈവ്സും ഓൾഡർ സിസ്റ്റത്തിലൊക്കെ സപ്പോർട്ടാവും. NTFSൽ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സാണ് യൂസ് ചെയ്യുന്നത്. കംപ്രഷൻ, എൻക്രിപ്ഷൻ, കോട്ടാസ്, പിന്നെ ADS, പിന്നെ ഫയൽ പെർമിഷൻസ്, ഇങ്ങനെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ദെൻ ഫാറ്റ് നമുക്ക് സ്മോളർ ഡിസ്കിലൊക്കെ ഫാസ്റ്ററായിട്ട് വർക്കാവും. ബട്ട് NTFS എന്ന് പറയുമ്പോൾ ലാർജ് വോള്യൂംസും കുറേ ഫയൽസൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും NTFSന്. ദെൻ ഫാറ്റിൽ റിക്കവറി ഈസിയാണ്. ബട്ട് NTFSൽ റിക്കവറി ഈസി അല്ല. ദെൻ ഫാറ്റിൽ ADS സപ്പോർട്ടഡ് അല്ല. NTFSൽ ADS സപ്പോർട്ടഡ് ആണ്. ദെൻ ഫാറ്റിൻ്റെ കോമൺ യൂസ് എന്ന് പറയുന്നത് USB ഡ്രൈവ്സ്, മെമ്മറി കാർഡ്സ്, ഓൾഡർ സിസ്റ്റം, ഇതിലൊക്കെ യൂസ് ചെയ്യാം. NTFS നമ്മൾ മോഡേൺ വിൻഡോസ് OSലാണ് യൂസ് ചെയ്യുന്നത്. വിൻഡോസ് OS, സെർവേഴ്സ് ആൻഡ് ലാർജ് ഡ്രൈവേഴ്സിലൊക്കെയാണ് NTFS നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനിയുള്ളത് നമ്മൾ വാട്ട് ഹാപ്പൻ വെൻ സമ്മൺ empty the recycle bin NTFS. ഇത് 3 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ നോർമലി ഡിലീറ്റ് ചെയ്യുന്ന ഫയൽസൊക്കെ റീസൈക്കിൾ ബിന്നിനായിരിക്കും സ്റ്റോർ ആവുന്നത്. അപ്പോൾ റീസൈക്കിൾ ബിന്നിന് നമ്മൾ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും. ആൻഡ് നമ്മളിപ്പോൾ ആക്സിഡൻ്റലി ആണ് ഫയലിനെ ഡിലീറ്റ് ചെയ്തേക്കുന്നതെങ്കിൽ അതിൽ നിന്ന് നമുക്ക് റിക്കവർ ചെയ്ത് എടുക്കാൻ പറ്റും.
ബിഫോർ പെർമനൻറ്റ് ഡിലീഷൻ. സോ വെൻ നമ്മൾ റീസൈക്കിൾ ബിന്നിനെ നമ്മൾ എം ടി ആക്കുമ്പോൾ ദ റീസൈക്കിൾ ബിൻ റിമൂവ്സ് ദ ഡയറക്ടറി എൻട്രീസ് പോയിൻറ്റിങ് ടു ദ ഫയൽസ്. നമ്മൾ ഏത് ഫയലിനെയാണോ കംപ്ലീറ്റ് ആയിട്ട് ഡിലീറ്റ് ആക്കിയത് അതിനുള്ള പോയിൻറ്റേഴ്സിനെയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യും. ഫയൽ കണ്ടൻറ്റ് റിമൈൻസ് ഓൺ ദ ഡിസ്കിൻ. അൺഅലോക്കേറ്റഡ് സ്പേസിൽ ഫയൽ കണ്ടൻറ്റ് കാണും, പക്ഷെ അതിലുള്ള ആ ഒരു പോയിൻറ്റേഴ്സിനെയൊക്കെ അതിലുള്ള വേറെ ഡയറക്ടറിയുടെ പോയിൻറ്റേഴ്സൊക്കെ ഇത് റിമൂവ് ചെയ്ത് കാണും. ആൻഡ് ആ ഒരു ക്ലസ്റ്ററിനെ ഫ്രീ എന്ന് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കും. സോ പുതിയ ഡേറ്റാസിന് അതിനെ ഓവർ റൈറ്റും ചെയ്യാൻ പറ്റും. ആൻഡ് ദ MFT എൻട്രി ഫോർ ദ ഫയൽ ഇസ് ഓൾസോ മാർക്ക്ഡ് ആസ് അവൈലബിൾ. ആ ഒരു ഫയലിനെ നമ്മൾ MFTയിൽ റെക്കോർഡായിട്ട് വെച്ചില്ല, അവിടെയുള്ള ആ ഒരു എൻട്രീനെ നമ്മൾ അവൈലബിൾ എന്ന് മാർക്ക് ചെയ്ത് കാണും. ദെൻ ഇത് നമ്മൾ ഫോറൻസിക് ടൂൾസ് ഒക്കെ വെച്ചിട്ട് റിക്കവർ ചെയ്യാൻ പറ്റും അൺടിൽ ദ സ്പേസസ് ഓവർ റിട്ടേൺ ചെയ്തില്ല എങ്കിൽ നമുക്ക് അതിനെ ഫോറൻസിക് ടൂൾസ് വെച്ചിട്ട് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. ദെൻ ഉള്ളതാണ് റെസിലിയൻറ്റ് ഫയൽ സിസ്റ്റം. ഇതെന്ന് പറയുന്നത് മോഡേൺ ഫയൽ സിസ്റ്റമാണ്, ഡെവലപ്ഡ് ബൈ മൈക്രോസോഫ്റ്റ്. ഇത് ഹൈ ഇൻറ്റഗ്രിറ്റി ആണ് ആൻഡ് ലാർജ് സ്റ്റോറേജ് വോള്യൂംസും ഉണ്ട്. ഇത് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് വിൻഡോസ് സെർവറിലും ആൻഡ് സ്റ്റോറേജ് ഫോക്കസ്ഡ് സിസ്റ്റമിൽ മാത്രമാണ് ഇതിനെ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഫീച്ചേഴ്സാണ് ഡേറ്റ ഇൻറ്റഗ്രിറ്റി, പിന്നെ റെസിലിയൻസ് മീൻസ് ക്യാൻ റിക്കവർ ഫ്രം ഡിസ്ക് എറേഴ്സ് വിത്തൗട്ട് ടേക്കിംഗ് ദ സിസ്റ്റം ഓഫ്ലൈൻ പോവാതെ തന്നെ ഓട്ടോമാറ്റിക്കലി അതിന് റിക്കവർ ആയി വരാൻ പറ്റും. ദെൻ ലാർജ് വോളിയം സപ്പോർട്ട് ചെയ്യും. സ്റ്റോറേജ് പൂൾ ഇൻറ്റഗ്രേഷൻ, ഇംപ്രൂവ്ഡ് പെർഫോമൻസ് ഒക്കെ ഉണ്ട്. ദെൻ ഹോൾ ഡിസ്ക് എൻക്രിപ്ഷൻ ആണ്. ഹോൾ ഡിസ്ക് എൻക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ സെക്യൂരിറ്റി മെത്തേഡ് ദാറ്റ് എൻക്രിപ്റ്റ്സ് ഓൾ ദ ഡേറ്റ ഓൺ എ ഡിസ്ക്. ഡിസ്കിലുള്ള എല്ലാ ഡേറ്റാനെയും എൻക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഹോൾ ഡിസ്ക് എൻക്രിപ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ദാറ്റ് ഇറ്റ് കനോട്ട് ബി റീഡ് വിത്തൗട്ട് ദി കറക്റ്റ് കീ ഇല്ലാതെ നമുക്ക് ഈ ഡിസ്കിലുള്ള ഒരു ഡേറ്റേനെയും റീഡ് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഇത് നമ്മൾ ഇപ്പോൾ നമ്മളുടെ ഡിസ്ക് ലോസ് ആയാലോ അല്ലെങ്കിൽ ആരെങ്കിലും സ്റ്റീൽ ചെയ്താലോ നമ്മളുടെ ഡേറ്റാസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ആൻഡ് ഇത് ട്രാൻസ്പെറൻ്റ് ആണ്. സോ യൂസേഴ്സിന് ഫയൽസൊക്കെ നോർമലി ആക്സസ് ചെയ്യാൻ പറ്റും ആഫ്റ്റർ ഒത്തൻറ്റിക്കേഷൻ. ആൻഡ് ഇത് അലോക്കേറ്റഡ് ആൻഡ് അൺഅലോക്കേറ്റഡ് സ്പേസസ് എല്ലാത്തിനെയും തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും. ആൻഡ് ഇത് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് ലാപ്ടോപ്പ്, ഡെസ്ക്ടോപ്പ്, പോർട്ടബിൾ ഡിവൈസസ് ഇതിലൊക്കെയാണ്. ആൻഡ് ഫോറൻസിക്കിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ എൻക്രിപ്റ്റഡ് ഡിസ്കിനൊക്കെ നമുക്ക് ഡേറ്റ റിക്കവറി ഡിഫിക്കൽട്ട് ആയിരിക്കും വിത്തൗട്ട് ദ എൻക്രിപ്ഷൻ കീ ഓർ പാസ്വേഡ്സ്. സോ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് എയ്തർ അതിൻ്റെ എൻക്രിപ്ഷൻ കീനെ വാങ്ങിക്കണം, അല്ലെങ്കിൽ സ്പെഷ്യൽ ഫോറൻസിക് ടൂൾസൊക്കെ യൂസ് ചെയ്തിട്ട് ലൈവ് മെമ്മറി ഫോർ കീ യൂസ് ചെയ്യണം. നെക്സ്റ്റ് ഇതാണ് മൈക്രോസോഫ്റ്റ് ബിറ്റ് ലോക്കർ. ഇത് 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. മൈക്രോസോഫ്റ്റ് ബിറ്റ് ലോക്കർ എന്ന് പറയുമ്പോൾ ഈ ഹോൾ ഡിസ്ക് എൻക്രിപ്ഷനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഒരു ഇതാണ്. ഇറ്റ് ഈസ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഹോൾ ഡിസ്ക് എൻക്രിപ്ഷൻ അവൈലബിൾ ഇൻ വിൻഡോസ്. ഇത് AES ആണ് യൂസ് ചെയ്യുന്നത്, അഡ്വാൻസ്ഡ് എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ് എൻക്രിപ്ഷൻ അൽഗോരിതം. ഇതിൽ നമ്മൾ എൻറ്റയർ ഡിസ്കിനെ തന്നെ എൻക്രിപ്റ്റ് ചെയ്യും, ഇൻക്ലൂഡിങ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് ഫ്രീ സ്പേസസ്. ആൻഡ് ഇത് TPM ആയിട്ട് ഇൻറ്റഗ്രേറ്റ് ആയാണ് വർക്ക് ആവുന്നത് ടു സ്റ്റോർ എൻക്രിപ്ഷൻ കീ സെക്യൂർലി. ആൻഡ് ഇതിൽ 48 ഡിജിറ്റ് റിക്കവറി കീ കിട്ടും. സപ്പോസ് ഇപ്പോൾ യൂസർ പാസ്വേഡ് മറന്നു പോയാലും ഈ റിക്കവറി കീ വെച്ചിട്ട് യൂസേഴ്സിനെ ആക്സസ് ചെയ്യാൻ പറ്റും. ആൻഡ് യൂസേഴ്സിന് ട്രാൻസ്പെറൻറ്റ് ആയിരിക്കും. ഇഫ് എ ബിറ്റ് ലോക്കർ ഈസ് ഇനേബിൾഡ് ആൻഡ് ലോക്ക്ഡ് ഫോറൻസിക് അനാലിസിസ് ഇസ് വെരി ഡിഫിക്കൽട്ട്. ഇപ്പോൾ ബിറ്റ് ലോക്കർ നമ്മൾ ഇനേബിൾ ചെയ്ത് വെച്ചാൽ ഫോറൻസിക് അനാലിസിസ് കുറച്ച് പാടായിരിക്കും. സോ ഇൻവെസ്റ്റിഗേറ്റേഴ്സിന് ഒന്ന് റിക്കവറി കീ വേണം, അല്ലെങ്കിൽ യൂസറിൻ്റെ ക്രെഡൻഷ്യൽസ് വേണം, ഓർ ലൈവ് സിസ്റ്റംസ് വേണം മെമ്മറിയിൽ നിന്ന് എല്ലാത്തിനും എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ബിറ്റ് ലോക്കർ ഏതൊക്കെ വിൻഡോ വേർഷൻസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആൻഡ് അതിൻ്റെ ഹാർഡ്വെയർ റിക്വയർമെൻറ്റ്സ് ആൻഡ് സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ്സ്. ഈ ബിറ്റ് ലോക്കർ അവൈലബിൾ ആയിട്ടുള്ളത് പ്രൊഫഷണൽ, എൻ്റർപ്രൈസ് ആൻഡ് എഡ്യൂക്കേഷണൽ എഡിഷൻസിൽ മാത്രമാണ്. വിൻഡോസ് 7, വിൻഡോസ് 8, 8.1, വിൻഡോസ് 10, വിൻഡോസ് 11, പിന്നെ വിൻഡോസ് സെർവേഴ്സ് ഇതിലെല്ലാത്തിലും ഈ ബിറ്റ് ലോക്കർ അവൈലബിൾ ആണ്. ബട്ട് ഹോം എഡിഷൻസിൽ ബിറ്റ് ലോക്കർ ഇൻക്ലൂഡ് ആയിട്ടില്ല. സോ ഇതിൻ്റെ ഹാർഡ്വെയർ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വൺ TPM ആണ്. TPM ഇസ് ട്രസ്റ്റഡ് പ്ലാറ്റ്ഫോം മൊഡ്യൂൾ 1.2 ഓർ ഹയർ. ട്രസ്റ്റഡ് പ്ലാറ്റ്ഫോം മൊഡ്യൂൾ ഇതെന്ന് പറയുന്നത് മദർ ബോർഡിൽ, അത് ഒരു ചിപ്പാണ്, അത് നമ്മൾ മദർ ബോർഡിലാണ് വെച്ചേക്കുന്നത്. ഇതിലായിരിക്കും നമ്മുടെ എൻക്രിപ്ഷൻ കീസൊക്കെ സ്റ്റോർ ആയി കാണുന്നത്. ആൻഡ് ബിറ്റ് ലോക്കറിന് ഈ TPM ഇല്ലാതെ വർക്ക് ചെയ്യാൻ പറ്റും. ബട്ട് ബിറ്റ് ലോക്കർ ഇല്ലാതെയാണെങ്കിൽ USB വെച്ചിട്ട് സ്റ്റാർട്ടപ്പ് കീ ആയിട്ട് യൂസ് ആക്കാം. ബട്ട് TPM റെക്കമെൻഡഡ് ആണ്. ദെൻ കോമ്പാറ്റബിൾ ബയോസ് ഓർ UEFI ഫേംവെയർ, ഇത് ഒരു സെക്കൻഡ് ഹാർഡ്വെയർ റിക്വയർമെൻറ്റ് ആണ്. ഇതാണ് TPM ആൻഡ് സെക്യൂർ ബൂട്ടിനൊക്കെ യൂസ് ആവുന്നത്. തേർഡ് വൺ ഹാർഡ് ഡിസ്ക് റിക്വയർമെൻറ്റ് ആണ്. ഇതിൽ അറ്റ്ലീസ്റ്റ് 2 പാർട്ടീഷൻ എങ്കിലും വേണം. ഒരു പാർട്ടീഷൻ എന്ന് പറയുന്നത് അൺഎൻക്രിപ്റ്റഡ് ആണ്. അത് ബൂട്ട് ഫയൽസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ സൈസ് യൂഷ്വലി 350 MB to 500 MB വരെ ആവാം.
ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഒ എസ് ഓർ ഡേറ്റ പാർട്ടീഷൻ ആണ്. ഇതിലായിരിക്കും നമ്മുടെ എൻക്രിപ്റ്റഡ് ഇതൊക്കെ സ്റ്റോർ ചെയ്യുന്നത്, എൻക്രിപ്റ്റഡ് വിത്ത് ബിറ്റ് ലോക്കർ. ഇനി ഫോർത്ത് റിക്വയർമെൻ്റ് ആണ് USB ഫ്ലാഷ് ഡ്രൈവ്. ആൻഡ് ഇത് ഓപ്ഷണൽ ആണ്, ഇതില്ലെങ്കിലും കുഴപ്പമില്ല. ബട്ട് TPM കോമ്പാറ്റബിൾ ബയോസ്, ഹാർഡ് ഡിസ്ക് റിക്വയർമെൻറ്റ്, ഇത് മൂന്നാണ് ഇമ്പോർട്ടൻറ്റ്. ദെൻ ഇനി സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് എന്ന് പറയുമ്പോൾ ഇത് വിൻഡോസ് എഡിഷനിലാണ് സപ്പോർട്ടഡ്. നമുക്ക് സപ്പോർട്ടഡ് വിൻഡോസ് എഡിഷൻ വേണം. ഫോർ എക്സാമ്പിൾ ഹോം എഡിഷൻസ് ആണെങ്കിൽ നമുക്കിതിനെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പ്രൊഫഷണൽ, എൻ്റർപ്രൈസ് ആൻഡ് എഡ്യൂക്കേഷണൽ എഡിഷൻസിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. വിൻഡോസ് 7, 8, 8.1 അങ്ങനത്തെ ഇതിൽ. അപ്പോൾ സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു വിൻഡോസ് എഡിഷൻ വേണം. ദെൻ ഫയൽ സിസ്റ്റം NTFS തന്നെ വേണം ഫോർ OS ഡ്രൈവ്സ്. Then administrative privileges needed to enable or configure BitLocker. BitLocker നമ്മൾ കോൺഫിഗർ അല്ലെങ്കിൽ എനേബിൾ ചെയ്യണമെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് പ്രിവിലേജസ് ഒക്കെ കൊടുക്കണം. ഇനിയുള്ളതാണ് വിൻഡോസ് രജിസ്ട്രി. ഇതൊരു 6 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. വിൻഡോസ് രജിസ്ട്രി എന്ന് പറയുമ്പോൾ ഇതൊരു സെൻട്രൽ ഡേറ്റാബേസ് ആണ്. ഇതിൽ കോൺഫിഗറേഷൻ സെറ്റിങ്സും OSൻ്റെ ഇൻഫർമേഷൻ, ആപ്ലിക്കേഷൻ, ഹാർഡ്വെയർ എല്ലാത്തിൻ്റെ ഇൻഫർമേഷനും സ്റ്റോർ ആയിട്ടുള്ളത് ഈ വിൻഡോസ് രജിസ്ട്രിയിലാണ്. ഇതാണെങ്കിൽ INI ഫയൽസ് DOSലും ഏർലി വിൻഡോസിലൊക്കെ യൂസ് ചെയ്ത ഫയലിനെയാണ് ഇത് റീപ്ലേസ് ചെയ്തിട്ടുള്ളത്. എസെൻഷ്യലി ഇറ്റ് ടെൽസ് വിൻഡോസ് ഹൗ ടു ബിഹേവ്, വിച്ച് പ്രോഗ്രാം ടു റൺ ആൻഡ് സ്റ്റോർസ് യൂസർ പ്രിഫറൻസസ്. ഇത് ഈ വിൻഡോസ് രജിസ്ട്രി എന്ന് പറയുന്നത് വിൻഡോസിനെ എങ്ങനെ ബിഹേവ് ചെയ്യണം, ഏതൊക്കെ പ്രോഗ്രാമിനെയാണ് റൺ ചെയ്യേണ്ടത്, ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നതാണ് വിൻഡോസ് രജിസ്ട്രി. ആൻഡ് ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഇതിനെ ഒരു ട്രീ ലൈക്ക് സ്ട്രക്ചർ ആയിട്ടാണ് ഓർഗനൈസ് ചെയ്തേക്കുന്നത്. ഇതിൽ കീസും വാല്യൂസൊക്കെ കാണും. കീസ് എന്ന് പറയുമ്പോൾ ഇതൊരു ഫോൾഡർ പോലെയാണ്. നമ്മളിപ്പോൾ ഒരു ഫയൽ സിസ്റ്റത്തിൽ ഒരു ഫോൾഡർ കാണത്തില്ലേ, ആ ഫോൾഡർ പോലെയാണ് ഈ കീസ് വർക്ക് ആവുന്നത്. ഇനി സബ് കീസ് ഉണ്ട്. സബ് കീസ് എന്ന് പറയുമ്പോൾ നെസ്റ്റഡ് കീസാണ്. നമ്മളിപ്പോൾ ഒരു ഫോൾഡർ കാണും, ആ ഫോൾഡറിൻ്റെ അകത്ത് ഒരു ഫയൽ വയ്ക്കത്തില്ലേ, അതുപോലെയാണ് ഈ സബ് കീസ് വർക്ക് ആവുന്നത്. നെസ്റ്റഡ് കീസാണ്. ഇനി തേർഡ് ഉള്ളതാണ് വാല്യൂസ്. ഈ വാല്യൂസിലായിരിക്കും ആക്ച്വൽ ഡേറ്റ സ്റ്റോർ ആയി കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു ഫോൾഡർ കാണും, അതിൻ്റെ അകത്ത് ഒരു ഫയൽ കാണും, ഫയലിൻ്റെ അകത്തായിരിക്കും ഡേറ്റ. അതേപോലെയാണ് ഫസ്റ്റ് കീസ് കാണും, അതിൻ്റെ അടിയിൽ സബ് കീസ് കാണും, അതിൻ്റെ അകത്തായിരിക്കും ആക്ച്വൽ വാല്യൂ സ്റ്റോർ ആയിട്ടുള്ളത്. ഇനി ഇതിലുള്ള 5 മെയിൻ റൂട്ട് കീസ് ആണ്. HKey ക്ലാസ്സസ് റൂട്ട്, ദെൻ HKey കറണ്ട് യൂസർ. ഈ HKey ക്ലാസ്സസ് റൂട്ട് അതിൻ്റെ ഷോർട്ടാണ് HKCR. ദെൻ HKey കറണ്ട് യൂസർ ഉണ്ട്, HKCU. ദെൻ HKey ലോക്കൽ മെഷീൻ ഉണ്ട്, HKLM. ദെൻ HKey യൂസർ ഉണ്ട്, HKU. ആൻഡ് HKey കറണ്ട് കോൺഫിഗർ ഉണ്ട്, HKC. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് നോക്കാം. HKCU എന്ന് പറയുമ്പോൾ യൂസർ ആക്ടിവിറ്റി, പിന്നെ റീസെൻറ്റ് ഫയൽസ്, MRU ലിസ്റ്റ്, ഇതൊക്കെ സ്റ്റോർ ആയിട്ടുള്ളത് ഈ HKCUവിലാണ്. ദെൻ HKLMൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയർ, ഹാർഡ്വെയർ, പിന്നെ സിസ്റ്റത്തിലുള്ള എല്ലാ ചേഞ്ചസും സ്റ്റോർ ആയിട്ടുള്ളത് ഈ HKLM ആണ്. ദെൻ HKUവിൽ മൾട്ടിപ്പിൾ യൂസർ പ്രൊഫൈൽസിനൊക്കെ കമ്പയർ ചെയ്യാൻ പറ്റും. ദെൻ HKCCയിൽ ഹാർഡ്വെയർ റിലേറ്റഡ് ഈവൻസിനൊക്കെ ഇതിൽ സ്റ്റോർ ആയി കാണും. ദെൻ HKCRൽ ഫയൽ എക്സിക്യൂഷനും അതിൻ്റെ പ്രോഗ്രാം യൂസേജൊക്കെ ഈ HKCRൽ കാണും. ഇനി ഈ വിൻഡോസ് രജിസ്ട്രി ഒരു 6 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. വിൻഡോസ് രജിസ്ട്രി ഇൻ സൈബർ ഫോറൻസിക്സ്. ഈ വിൻഡോസ് രജിസ്ട്രി എന്ന് പറയുന്നത് ഒരു എവിഡൻസ് ആണ്. ഈ ഫോറൻസിക്കിന് തന്നെ ഒരു ഗോൾഡ് മൈനാണ് ഈ വിൻഡോസ് രജിസ്ട്രി. ബിക്കോസ് ഇതിൽ എല്ലാ ഡീറ്റെയിൽസും കാണും. ഇതെന്ന് പറയുന്നത് ഡേറ്റാബേസ് ആണ്. അതിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം സെറ്റിങ്സ്, പിന്നെ യൂസേഴ്സിൻ്റെ കോൺഫിഗറേഷൻ, അതിലുള്ള ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, കണക്റ്റഡ് ഡിവൈസസ്, ഇത് എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് തന്നെ ഇതിൽ കാണും. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് യൂസർ ആക്ടിവിറ്റിയൊക്കെ ട്രാക്ക് ചെയ്യാൻ പറ്റും. റീസെൻ്റ്ലി ഓപ്പൺ ചെയ്ത ഫയൽസ്, പിന്നെ വേർഡ് ഫയൽസ് വെർ ആക്സസ്ഡ്, എപ്പോഴാണ് ആ ഫയൽസിനെ ആക്സസ് ചെയ്തേക്കുന്നത്, ഇതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ മോസ്റ്റ് റീസെൻ്റ്ലി യൂസ്ഡ് ലിസ്റ്റ് ഏതൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് ഈ വിൻഡോസ് രജിസ്ട്രിയിൽ നിന്ന് എടുക്കാൻ പറ്റും. ദെൻ യൂസർ ലോഗിന്, ലോഗൗട്ട് ടൈംസ്, ഇതൊക്കെ നമുക്ക് കിട്ടും. ദെൻ സെക്കൻഡ് ഫീച്ചർ എന്ന് പറയുമ്പോൾ USB ആൻഡ് എക്സ്റ്റേണൽ ഡിവൈസ് എവിഡൻസ്. നമ്മളുടെ സിസ്റ്റത്തിൽ കണക്റ്റ് ആയിട്ടുള്ള എക്സ്റ്റേണൽ ഡിവൈസസ്, പിന്നെ അതിൻ്റെ നമ്പർ, സീരിയൽ നമ്പേഴ്സ്, ഇതെല്ലാം തന്നെ നമുക്ക് വിൻഡോസ് രജിസ്ട്രിയിൽ നിന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഫോറൻസിക് പ്രോസസ്സ് കുറച്ചുകൂടി ഈസി ആക്കാൻ പറ്റും. ദെൻ ഇൻസ്റ്റാൾഡ് പ്രോഗ്രാംസ് ആൻഡ് സോഫ്റ്റ്വെയർ യൂസേജ്, ഏതൊക്കെ അപ്ലിക്കേഷൻസ് ആണ് ഇൻസ്റ്റാൾ ആയിട്ടുള്ളത്, അതിൻ്റെ വേർഷൻസ്, പിന്നെ അതിൻ്റെ യൂസേജ് പാറ്റേൺ എങ്ങനെയാണ്, ഇതൊക്കെ ഇതിൽ കിട്ടും. അപ്പോൾ ഇറ്റ് ഹെൽപ്സ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ഐഡൻറ്റിഫൈ മാൽവെയർ, പിന്നെ സസ്പീഷ്യസ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടെങ്കിൽ ടൂൾസൊക്കെ വെച്ചിട്ട് അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ദെൻ ഇൻ്റർനെറ്റ് ഓർ നെറ്റ്വർക്ക് ആക്ടിവിറ്റി, ബ്രൗസർ ഹിസ്റ്ററി, ദെൻ നമ്മളുടെ നെറ്റ്വർക്ക് കണക്ഷൻസ്, ഇതൊക്കെ അവർക്ക് രജിസ്ട്രി കീ വെച്ചിട്ട് ഇൻ്റർഫെയർ ചെയ്യാൻ പറ്റും. ദെൻ വൈഫൈ പ്രൊഫൈൽസ്, നെറ്റ്വർക്ക് അഡാപ്റ്റർ, IP കോൺഫിഗറേഷൻസ്, ഇതെല്ലാം തന്നെ അവർക്ക് ചെക്ക് ചെയ്യാം. ദെൻ
മാൽവെയർ എപ്പോഴും നമ്മുടെ രജിസ്ട്രി കീസ് ഒക്കെ മോഡിഫൈ ചെയ്യും. ഓഫൻ ഇറ്റ് മോഡിഫൈസ് രജിസ്ട്രി കീസ് ടു റൺ ഓൺ സ്റ്റാർട്ടപ്പ് ഓർ ഹൈഡ് ഫ്രം യൂസേഴ്സ്. സോ ഫോറൻസിക്കിന് ഇതേ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഫോറൻസിക്സ് ക്യാൻ ഡിറ്റക്ട് അൺഓത്തറൈസ്ഡ് ഓർ സസ്പീഷ്യസ് രജിസ്ട്രി ചേഞ്ചസിനെയും ഫോറൻസിക്സ് വെച്ചിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ രജിസ്ട്രി. പിന്നെ ഇതൊക്കെയാണ് സെക്കൻഡ് മോഡ്യൂളിൽ നിന്ന് വരുന്ന ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസൊക്കെ. ആൻഡ് ഇത് ജസ്റ്റ് ഫോർ റിവിഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇട്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീപ്പായിട്ട് വേണമെങ്കിൽ ഇതിൻ്റെതായ ബുക്സൊക്കെ ഉണ്ട്, അതൊക്കെ റെഫർ ചെയ്യാം. ദെൻ ഇതിലുള്ള ലാസ്റ്റ് സ്റ്റെപ്പാണ് മൈക്രോസോഫ്റ്റ് സ്റ്റാർട്ടപ്പ് ടാസ്ക്. ഇതിൽ ആക്ച്വലി ഒന്നുമില്ല. ബൂട്ട് ലോഡർ എക്സിക്യൂഷനാണ് ആദ്യം നടക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് കേർണൽ ഇനീഷ്യലൈസേഷൻ, അത് കഴിഞ്ഞിട്ട് ഡ്രൈവർ ലോഡിംഗ്, സിസ്റ്റം സർവീസസ്, യൂസർ ലോഗോൺസ് ആൻഡ് സ്റ്റാർട്ടപ്പ് പ്രോഗ്രാംസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സെക്കൻഡ് മോഡ്യൂൾ ഓവർ. നിങ്ങൾക്ക് പ്രീവിയസ് പേപ്പറും വേറെ ടെക്സ്റ്റ് ബുക്സൊക്കെ റെഫർ ചെയ്യാം. താങ്ക് യു.